നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് there are ഉപയോഗിച്ചുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക എന്നൊക്കെയാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കിവിടെ പോസിറ്റീവ് സെൻറ്റൻസസും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് there are എന്നുപയോഗിക്കുന്നു. എന്നാൽ അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുമ്പോൾ ആർ ഇൻറ്റ് ദ, ആർ നോട്ട് എന്നുള്ളത് ചുരുക്കി ആർ ഇൻറ്റ് അങ്ങനെയാണ് കൊടുക്കുക, ആർ ഇൻറ്റ് ദർ. ബാക്കിയുള്ളതെല്ലാം സാധാരണ പോലെ തന്നെ ആയിരിക്കും. ഇല്ലേ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. മേലെ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസുകളും താഴെ അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം നോക്കാം. there are many trees in the park. there are ഉണ്ട്, many trees ഒരുപാട് മരങ്ങളുണ്ട് in the park പാർക്കിൽ. അപ്പം മരങ്ങളില്ലേ, പാർക്കിൽ ഒരുപാട് മരങ്ങളില്ലേ എന്നങ്ങനെ ചോദിക്കുക. aren't there many trees in the park? വളരെ ഈസിയാണ്. ഇനി there are 5 dogs in the yard. മുറ്റത്ത് 5 നായകളുണ്ട്. മുറ്റത്ത് 5 നായകളില്ലേ എന്നാണ് ചോദ്യം. aren't there 5 dogs in the yard? ഇനി there are 12 eggs in the carton. കാർഡ്ബോർഡ് പട്ടി എന്നൊക്കെ പറയുന്നതിനാണ് കാർട്ടൺ എന്ന് പറയാം. അപ്പോൾ കാർട്ടണിൽ 12 മുട്ടകളുണ്ട്. മുട്ടകളില്ലേ എന്നെങ്ങനെ ചോദിക്കുക. aren't there 12 eggs in the carton? ഇനി ഷെൽഫിന്മേൽ 3 പുസ്തകങ്ങളുണ്ട്. there are 3 books on the shelf. 3 പുസ്തകങ്ങളില്ലേ എന്നെങ്ങനെ ചോദിക്കും. aren't there 3 books on the shelf? ഇനി ടേബിളിന്മേൽ 2 കപ്പുകളുണ്ട്. there are 2 cups on the table. കപ്പുകളില്ലേ എന്ന് ചോദിക്കാൻ aren't there 2 cups on the table? ടേബിളിന്മേൽ 2 കപ്പുകളില്ലേ. ഇനി there are 7 chairs in the room. റൂമിൽ 7 ചെയറുകളുണ്ട്. റൂമിൽ 7 ചെയറുകളില്ലേ എന്ന് ചോദിക്കാൻ aren't there 7 chairs in the room? ഇനി there are several cars. there are ഉണ്ട്, several വ്യത്യസ്തമായ കാറുകളുണ്ട്. പാർക്ക് ചെയ്തിട്ടുണ്ട്, ഔട്ട് സൈഡ് പുറത്ത്. ഇപ്പോൾ പാർക്ക് ചെയ്ത വ്യത്യസ്തമായ പാർക്ക് ചെയ്തിട്ടുള്ള കാറുകളില്ലേ എന്നെങ്ങനെ ചോദിക്കുക. aren't there several cars parked outside? there are 4 seasons. 4 കാലാവസ്ഥകളുണ്ട് in a year. ഒരു വർഷത്തിൽ 4 സീസണുകളില്ലേ എന്നെങ്ങനെ ചോദിക്കും. aren't there 4 seasons in a year? ഇനി there are 10 students in the classroom. ക്ലാസ് റൂമിൽ 10 വിദ്യാർത്ഥികളുണ്ട്. aren't there 10 students in the classroom? ക്ലാസ് റൂമിൽ 10 സ്റ്റുഡൻസ് ഇല്ലേ. ഇനി there are numerous stars in the sky. ആകാശത്ത് എണ്ണമറ്റ നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ എണ്ണമറ്റ നക്ഷത്രങ്ങളില്ലേ എന്നിങ്ങനെ ചോദിക്കും. aren't there numerous stars in the sky? ന്യൂമറസ് എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ, ഒരുപാട് എന്നൊക്കെയാണ് അർത്ഥം. ഇനി there are 6 apples in the basket. ബാസ്ക്കറ്റിൽ 6 ആപ്പിളുകളുണ്ട്. ആപ്പിളുകളില്ലേ എന്നങ്ങനെ ചോദിക്കും. aren't there 6 apples in the basket? ഇനി there are 8 planets in the solar system. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൗരയുധം എന്നാണ് അർത്ഥം. സൗരയുധത്തിൽ 8 ഗ്രഹങ്ങൾ ഉണ്ട്. 8 ഗ്രഹങ്ങളില്ലേ എന്നങ്ങനെ ചോദിക്കും. aren't there 8 planets in the solar system? ഇനി there are many fish in the aquarium. അക്വേറിയത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. അക്വേറിയത്തിൽ ഒരുപാട് മത്സ്യങ്ങളില്ലേ എന്ന് ചോദിക്കാൻ aren't there many fish in the aquarium? ഫിഷ് എന്നുള്ളത് പ്ലൂറലായിട്ടും സിംഗുലറായിട്ടും ഉപയോഗിക്കും. there are 5 fingers on a hand. ഒരു കയ്യിന്മേൽ, on a hand എന്ന് പറഞ്ഞാൽ ഒരു കയ്യിന്മേൽ 5 വിരലുകളുണ്ട്. ഒരു കയ്യിന്മേൽ 5 വിരലുകളില്ലേ. aren't there 5 fingers on a hand? ഇനി there are a dozen roses in the vase. വെയ്സിൽ 1 ഡസൻ റോസുകളുണ്ട്. അപ്പോൾ ഇല്ലേ എന്നങ്ങനെ ചോദിക്കും. aren't there a dozen roses in the vase? there are 24 hours in a day. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുകളുണ്ട്. 24 മണിക്കൂറുകളില്ലേ എന്ന് ചോദിക്കാൻ aren't there 24 hours in a day?
And there are 50 states in the USA. അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളുണ്ട്. ഇല്ലേ എന്ന് ചോദിക്കാൻ ആർ ഇൻ ദർ 50 സ്റ്റേറ്റ്സ് ഇൻ ദി USA. ദർ ആർ 7 days in a week. ഒരു ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. 7 ദിവസങ്ങളില്ലേ എന്ന് ചോദിക്കാൻ ആർ ഇൻ ദർ 7 days in a week. ഇനി ദർ ആർ ന്യൂമറസ് ലാംഗ്വേജസ് സ്പോക്കൺ വേൾഡ് വൈഡ്. ദർ ആർ ഉണ്ട്, ന്യൂമറസ് എണ്ണമറ്റ ലാംഗ്വേജസ് ഭാഷകളുണ്ട്, സ്പോക്കൺ സംസാരിക്കപ്പെടുന്നുണ്ട്, വേൾഡ് വൈഡ് ലോകത്താകമാനം. അപ്പോൾ സംസാരിക്കുന്ന ഭാഷകളില്ലേ എന്ന് ചോദിക്കാൻ ആർ ഇൻ ദർ ന്യൂമറസ് ലാംഗ്വേജസ് സ്പോക്കൺ വേൾഡ് വൈഡ്. ദർ ആർ ബില്യൺസ് ഓഫ് സ്റ്റാർസ്. ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട് ഇൻ ദി യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തിൽ എണ്ണമറ്റ നക്ഷത്രങ്ങളില്ലേ? ആർ ഇൻ ദർ ബില്യൺസ് ഓഫ്, എണ്ണമറ്റെന്നല്ല, ബില്യൺസ് എന്ന് പറഞ്ഞാൽ ബില്യൺ കണക്കിനാണ് കേട്ടോ. ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഇൻ ദി യൂണിവേഴ്സ്. ഇനി ദർ ആർ കൗണ്ട്ലെസ് ഗാലക്സീസ് ഇൻ ദി കോസ്മോസ്. ദർ ആർ ഉണ്ട്, കൗണ്ട്ലെസ് എണ്ണമറ്റ ഗാലക്സീസ് ഗാലക്സികളുണ്ട് ഇൻ ദി കോസ്മോസ്. കോസ്മോസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നുള്ള അർത്ഥം തന്നെയാണ്. പ്രപഞ്ചത്തിൽ എണ്ണമറ്റ ക്ഷീരപഥങ്ങളില്ലേ എന്ന് ചോദിക്കാൻ ആർ ഇൻ ദർ കൗണ്ട്ലെസ് ഗാലക്സീസ് ഇൻ ദി കോസ്മോസ്. ഇനി ദർ ആർ എൻഡ്ലെസ് പോസിബിലിറ്റീസ്. ദർ ആർ ഉണ്ട്, എൻഡ്ലെസ് അറ്റമില്ലാത്ത, എൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ എൻഡ് ഇല്ലാത്ത അർത്ഥം, അറ്റമില്ലാത്ത. പോസിബിലിറ്റീസ് സാധ്യതകളുണ്ട്. ഫോർ എക്സ്പ്ലോറേഷൻ പര്യവേഷണത്തിന്. അപ്പോൾ പര്യവേഷണത്തിന് അറ്റമില്ലാത്ത സാധ്യതകളില്ലേ എന്ന് ചോദിക്കാൻ ആർ ഇൻ ദർ എൻഡ്ലെസ് പോസിബിലിറ്റീസ് ഫോർ എക്സ്പ്ലോറേഷൻ. ഇനി ദർ ആർ പ്ലൻറ്റി ഓഫ് ഫിഷ്. ഒരുപാട്, പ്ലൻറ്റി ഓഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നർത്ഥം. ഒരുപാട് മത്സ്യങ്ങളുണ്ട് ഇൻ ദി സീ, കടലിൽ. ആർ ഇൻ ദർ പ്ലൻറ്റി ഓഫ് ഫിഷ് ഇൻ ദി സീ. ഇനി ദർ ആർ മെനി ബേർഡ്സ്. ഒരുപാട് പക്ഷികളുണ്ട്. ചേപ്പ് ചെയ്യുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഇൻ ദി മോർണിംഗ്, രാവിലെ. ഒരു ചോദ്യം എങ്ങനെ വരിക? ആർ ഇൻ ദർ മെനി ബേർഡ്സ് ചീപ്പിംഗ് ഇൻ ദി മോർണിംഗ്. ദർ ആർ 10 toes. 10 വിരലുകളുണ്ട് ഓൺ ദി ഫീറ്റ്, കാലുകളിന്മേൽ. ടോ എന്ന് പറഞ്ഞാൽ കാൽ വിരൽ എന്നാണ് അർത്ഥം. ആർ ഇൻ ദർ 10 toes ഓൺ ദി ഫീറ്റ്. 10 വിരലുകളില്ലേ. ഇനി ദർ ആർ 7 continents ഓൺ ദി എർത്ത്. ഭൂമിക്കുമേൽ 7 ഭൂഖണ്ഡങ്ങളുണ്ട്. ഭൂഖണ്ഡങ്ങളില്ലേ എന്നിങ്ങനെ ചോദിക്കുക. ആർ ഇൻ ദർ 7 continents ഓൺ എർത്ത്. ഇനി ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് പേജസ്. 100 കണക്കിന് പേജുകളുണ്ട് ഇൻ ദിസ് ബുക്ക്, ഈ പുസ്തകത്തിൽ. ഇപ്പോൾ ഈ പുസ്തകത്തിൽ 100 കണക്കിന് പേജുകളില്ലേ എന്ന് ചോദിക്കാൻ ആർ ഇൻ ദർ ഹൺഡ്രഡ്സ് ഓഫ് പേജസ് ഇൻ ദിസ് ബുക്ക്. ഇനി ദർ ആർ 24 letters. 24 ലെറ്ററുകളുണ്ട് ഇൻ ദി ആൽഫബറ്റ്, അക്ഷരമാലയിൽ. ആർ ഇൻ ദർ 24 letters ഇൻ ദി ആൽഫബറ്റ്. ആൽഫബറ്റിൽ 24 letters ഇല്ലേ. ദർ ആർ ന്യൂമറസ് ഫ്ലവേഴ്സ്. ഒരുപാട് പുഷ്പങ്ങളുണ്ട് ഇൻ ദി ഗാർഡനിൽ. ഒരുപാട് പുഷ്പങ്ങളില്ലേ എന്ന് ചോദിക്കാൻ ആർ ഇൻ ദർ ന്യൂമറസ് ഫ്ലവേഴ്സ് ഇൻ ദി ഗാർഡൻ. ദർ ആർ 5 senses. 5 പഞ്ചേന്ദ്രിയങ്ങളുണ്ട് ഇൻ ദ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൽ. അപ്പോൾ അത് ചോദിക്കാൻ എങ്ങനെയാണ്? ആർ ഇൻ ദർ 5 senses ഇൻ ദി ഹ്യൂമൻ ബോഡി. ഇനി നമുക്ക് ഒരു ടാസ്ക് ചെയ്യാം. അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾക്ക് നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കലാണ് ടാസ്ക്. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ സ്വന്തം കണ്ടെത്തുക. സെൻറ്റൻസുകൾ വായിക്കാം. ദർ ആർ മെനി കൺട്രീസ് ഇൻ ദി വേൾഡ്. ദർ ആർ 12 months in a year. There are numerous shades of color in the rainbow. There are countless grains of sand on the beach. There are plenty of clouds in the sky. There are millions of stars visible at night. There are numerous constellations in the sky. There are countless drops of water in the ocean. There are many trees in the forest. There are numerous flavors of ice cream. There are plenty of shells on the shore. There are numerous types of birds in the aviary. There are hundreds of seats in the auditorium. There are countless opportunities for learning. There are many insects buzzing around. There are plenty of fruits in the trees. There are numerous islands in the ocean. There are countless grains of sand in the beach. There are many buildings in the city.
There are plenty of waves crashing against shore. There are numerous landmarks in the city. There are many people walking on the street. There are countless stars in the night sky. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.